സംഖ്യ 11 അധ്യായം. ജനം കർത്തൃകർണങ്ങളിൽ തിന്മയായത് പിറുപിറുത്തുകൊണ്ടിരിക്കെ കർത്താവ് അത് കേട്ടു. അപ്പോൾ അവിടുത്തെ കോപം ജ്വലിച്ചു. കർത്താവിൻ്റെ അഗ്നി അവരിൽ കത്തിപ്പടർന്നു. അത് പാളയഭാഗം ദഹിപ്പിച്ചു. ജനം മോശയോട് നിലവിളിച്ചു. മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അഗ്നി ശമിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ അഗ്നി അവരിൽ കത്തിപ്പടർന്നതിനാൽ അവൻ ആ സ്ഥലത്തിൻ്റെ പേര് തബേറ എന്നു വിളിച്ചു. അവർക്കിടയിലുണ്ടായിരുന്ന അന്യവർഗക്കാർ ദുരമൂത്ത് പിന്തിരിഞ്ഞപ്പോൾ ഇസ്രായേല്യരും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആരാണ് ഞങ്ങൾക്ക് ഇറച്ചി തിന്നാൻ തരിക? ഈജിപ്തിൽ ഞങ്ങൾ സൗജന്യമായി ഭക്ഷിച്ചിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സവാള, ചുമന്നുള്ളി, വെള്ളുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ദൃഷ്ടികളിൽ മന്നയൊഴികെ മറ്റൊരു വകയുമില്ലാതെ ഇപ്പോൾ ഞങ്ങളുടെ പ്രാണൻ പൊരിയുകയാണ്. മന്ന കൊത്തലാമ്പരി പോലെയായിരുന്നു. അതിന് ഗുൽഗുലുവിൻ്റെ നിറമായിരുന്നു. ജനം അത് ചുറ്റി നടന്ന് ശേഖരിച്ച് തിരികല്ലിൽ പൊടിച്ച് അല്ലെങ്കിൽ ഉരലിൽ ഇടിച്ച് കലത്തിൽ വേവിച്ച് അപ്പം ഉണ്ടാക്കിപ്പോന്നിരുന്നു. അതിൻ്റെ രുചി എണ്ണമധുര പലഹാരത്തിൻ്റെ സ്വാദിന് തുല്യമായിരുന്നു. രാത്രി പാളയത്തിനുമേൽ മഞ്ഞു പെയ്യുമ്പോൾ അതിന്മേൽ മന്നായും പൊഴിയും. കുടുംബങ്ങളനുസരിച്ച് സ്വന്തം കൂടാരവാതിൽക്കൽ ജനം മുഴുവനും വിലപിക്കുന്നത് മോശ കേട്ടു. കർത്താവിൻ്റെ കോപം അതിയായി ജ്വലിച്ചു. മോശയുടെ നയനങ്ങളിൽ നീരസവും. മോശ കർത്താവിനോട് പറഞ്ഞു, അങ്ങയുടെ ദാസനോട് മോശമായി വർത്തിക്കുന്നതെന്തുകൊണ്ട്? ഈ ജനത്തിൻ്റെയെല്ലാം ഭാരം എൻ്റെ മേൽ ചുമത്തുന്നതെന്തുകൊണ്ട്? എന്തേ ഞാൻ അങ്ങയുടെ ദൃഷ്ടികളിൽ കനിവ് കണ്ടെത്തുന്നില്ല? ഞാനാണോ ഈ ജനത്തെയെല്ലാം ഗർഭം ധരിച്ചത്? ഞാനാണോ അതിനെ പ്രസവിച്ചത്? അങ്ങ് അതിൻ്റെ പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമിയിലേക്ക് നീ അതിനെ മുലകുടിക്കുന്ന കുഞ്ഞിനെ പരിചരിക്കുന്നവൻ വഹിക്കുന്ന പോലെ നിന്റെ മാറിൽ വഹിച്ചുകൊണ്ടു പോകുക എന്ന് അങ്ങ് എന്നോട് പറയുന്നുവല്ലോ. ഈ ജനത്തിനെല്ലാം നൽകാൻ വേണ്ട മാംസം എനിക്കെവിടെ നിന്ന്? എന്തെന്നാൽ ഞങ്ങൾ ഭക്ഷിക്കേണ്ടതിന് നീ ഞങ്ങൾക്ക് മാംസം തരിക എന്ന് പറഞ്ഞ് അവർ എൻ്റെ നേർക്ക് കരയുന്നു. ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ തനിച്ച് ശക്തനല്ല. കാരണം അത് എൻ്റെ കഴിവിനേക്കാൾ ഭാരിച്ചതാണ്. ഇപ്രകാരമാണ് അങ്ങ് എന്നോട് വർത്തിക്കുന്നതെങ്കിൽ അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ കനിവ് കണ്ടെത്തുന്ന പക്ഷം എന്നെ ഉടനെ കൊന്നുകളയണമേ. എൻ്റെ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ജനത്തിൻ്റെ ആചാര്യന്മാരും അതിൻ്റെ മേൽനോട്ടക്കാരുമാണെന്ന് നിനക്ക് ബോധ്യമുള്ള ഇസ്രായേൽ ശ്രേഷ്ഠന്മാരിൽ നിന്ന് 70 പേരെ നീ എനിക്കായി വിളിച്ചുകൂട്ടണം. അവരെ സമാഗമകൂടാരത്തിലേക്ക് സ്വീകരിക്കണം. അവർ അവിടെ നിന്നോടൊപ്പം നിലയുറപ്പിക്കട്ടെ. ഞാൻ ഇറങ്ങി വന്ന് അവിടെ വച്ച് നിന്നോട് സംസാരിക്കും. നിന്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്നെടുത്ത് ഞാൻ അവരുടെ മേൽ പകരും. ജനത്തിൻ്റെ ഭാരം നിന്നോടൊപ്പം അവരും വഹിക്കും. നീ തനിച്ചു വഹിക്കേണ്ടതില്ല. നീ ജനത്തോട് പറയണം, നാളത്തേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ പവിത്രീകരിക്കുവിൻ. നിങ്ങൾ മാംസം ഭക്ഷിക്കും. എന്തെന്നാൽ ആരാണ് ഞങ്ങൾക്ക് ഇറച്ചി തിന്നാൻ തരിക? ഈജിപ്തിൽ ഞങ്ങൾ തികച്ചും സന്തുഷ്ടരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കർത്തൃകർണങ്ങളിൽ പരാതിപ്പെട്ടു. അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും, നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും. നിങ്ങൾ അത് തിന്നാൻ പോകുന്നത് 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസക്കാലം വരെ. അതായത് നിങ്ങളുടെ മൂക്കിലൂടെ അത് പുറത്തു വരികയും നിങ്ങൾക്ക് ചെകിടിപ്പാകുകയും ചെയ്യുന്നത് വരെയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിലുള്ള കർത്താവിനെ നിങ്ങൾ നിരാകരിക്കുകയും ഈജിപ്തിൽ നിന്ന് ഞങ്ങൾ എന്തിന് പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുമ്പിൽ വിലപിക്കുകയും ചെയ്തു. അപ്പോൾ മോശ പറഞ്ഞു, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ജനം 6 ലക്ഷം കാലാളുകളാണ്. എന്നിട്ടും അങ്ങ് പറയുന്നു, ഞാൻ അവർക്ക് മാംസം നൽകും, 1 മാസക്കാലം അവർ ഭക്ഷിക്കും എന്ന്. അവർക്ക് തികയുവോളം ആടും മാടും അവർക്കായി അറക്കപ്പെടുമോ? അതോ അവർക്ക് തികയുവോളം കടലിലെ മത്സ്യങ്ങളെല്ലാം അവർക്കായി ശേഖരിക്കപ്പെടുമോ? കർത്താവ് മോശയോട് അരുൾ ചെയ്തു, കർത്താവിൻ്റെ കരം കുറുകിപ്പോയോ? എൻ്റെ വാക്ക് നിന്നെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണാൻ പോകുകയാണ്. മോശ പുറത്തു ചെന്ന് കർത്താവിൻ്റെ വാക്കുകൾ ജനത്തോട് പ്രസ്താവിച്ചു. ജനശ്രേഷ്ഠന്മാരിൽ നിന്ന് 70 പേരെ അവൻ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിനു ചുറ്റും നിർത്തി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. അവിടുന്ന് അവൻ്റെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ കുറച്ചെടുത്ത്
ശ്രേഷ്ഠന്മാരായ 70 പേരുടെയും മേൽ പകർന്നു. അവരുടെ മേൽ ചൈതന്യം സന്നിവേശിച്ചപ്പോൾ അവർ പ്രവചിച്ചു. പിന്നെ അത് തുടർന്നില്ല. എന്നാൽ 2 ആളുകൾ പാളയത്തിൽ ശേഷിച്ചിരുന്നു. ഒരുവൻ്റെ പേര് എൽദാദ്, രണ്ടാമൻ്റെ പേര് മെദാദ്. അവരുടെ മേലും ചൈതന്യം സന്നിവേശിച്ചു. പേരെഴുതപ്പെട്ടവരിൽ അവരും ഉണ്ടായിരുന്നെങ്കിലും അവർ കൂടാരത്തിലേക്ക് പോയിരുന്നില്ല. അവർ പാളയത്തിൽ വെച്ച് തന്നെ പ്രവചിച്ചു. അപ്പോൾ ഒരു യുവാവ് ഓടിച്ചെന്ന് എൽദാദും മെദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നുവെന്ന് മോശയോട് വിവരിച്ചു പറഞ്ഞു. ഇത് കേട്ട് നൂനിൻ്റെ മകനും മോശയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നുള്ള അവൻ്റെ ശുശ്രൂഷകനുമായ ജോഷുവ മറുപടിയായി പറഞ്ഞു, എൻ്റെ പ്രഭോ മോശെ, അവരെ വിലക്കുക. മോശ അവനോട് പറഞ്ഞു, എന്നെപ്രതി നീ തീക്ഷ്ണമതിയാകുന്നു. ഏതു വിധേനയും കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകരായിരുന്നെങ്കിൽ, അവിടുന്ന് തൻ്റെ ചൈതന്യം അവരുടെ മേൽ നൽകിയിരുന്നെങ്കിൽ. അനന്തരം മോശയും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരും പാളയത്തിലേക്ക് പിൻവാങ്ങി. കടലിൽ നിന്ന് കാടപ്പക്ഷികളെയും കൂട്ടി കർത്താവിൽ നിന്നുള്ള ഒരു കാറ്റ് ചലിച്ചു തുടങ്ങി. അവ പാളയത്തോട് ചേർന്ന് പാളയത്തിൻ്റെ ചുറ്റുപാടുകളിൽ 1 ദിവസത്തെ വഴി അപ്പുറത്തേക്കും 1 ദിവസത്തെ വഴി ഇപ്പുറത്തേക്കുമായി 2 മുഴം ഘനത്തിൽ ഭൂമുഖത്ത് ചിതറി വീണു. ജനം എഴുന്നേറ്റ് ആ ദിവസം മുഴുവനും രാത്രി മുഴുവനും പിറ്റേ ദിവസം മുഴുവനും കാടപ്പക്ഷിയെ പെറുക്കിക്കൂട്ടി പാളയത്തിന് ചുറ്റുപാടുകളിലെമ്പാടും തങ്ങൾക്കായി നിരത്തിയിട്ടു. കുറച്ചുള്ളവൻ പോലും പെറുക്കിക്കൂട്ടിയത് 10 ഹോമർ ആയിരുന്നു. ഇറച്ചി പല്ലുകൾക്കിടയിലായിരിക്കെ തന്നെ അത് ചവയ്ക്കപ്പെടുന്നതിന് മുമ്പേ കർത്താവിൻ്റെ കോപം ജനത്തിനെതിരെ ആളിക്കത്തി. കർത്താവ് ജനത്തിനു മേൽ അത്യുഗ്രമായ പ്രഹരമേൽപ്പിച്ചു. അത്യാർത്തി പൂണ്ട ജനത്തെ അവിടെ സംസ്കരിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്ന് പേരിട്ടു. കിബ്രോത്ത് ഹത്താവയിൽ നിന്ന് ജനം ഹസേറോത്തിലേക്ക് നീങ്ങി. പിന്നെ അവർ ഹസേറോത്തിലായിരുന്നു.